നമ്മുടെ കാന്തികളെ നിർമ്മിച്ചത് എന്തുകൊണ്ടാണ്? വേദാന്തം പറഞ്ഞു ആകാശ തന്മാത്രകളെ കൊണ്ട്. അത് അംഗീകരിച്ച കാര്യം. ആ കാതിങ്ങനെ മുറം പോലെ ആവാൻ ധാരാളം ശ്രമിക്കാൻ വേണ്ടി ആണ്. എല്ലാ ശബ്ദത്തിന്റെയും മൂർത്തിമത് ഭാവമാണ് ഓങ്കാരം. അതുകൊണ്ട് ഏകദേശം കാതിന്റെ രൂപം തന്നെ ഓം എന്നെഴുതിയ മാതിരിയാണ്. എന്നാൽ ആകാശം കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിലല്ല. അതിന്റെ തന്മാത്രയിൽ നിന്നാണ് നമുക്ക് ഒരു സ്വരം കേൾക്കാൻ കഴിയുന്നത്. ആദ്യം പറയുമ്പോൾ ആകാശം കൊണ്ടാന്ന് പറഞ്ഞു, സത്യമാണ്. കണ്ണുകൾ യഥാർത്ഥത്തിൽ അത് അഗ്നി കൊണ്ടുണ്ടാക്കിയത്. അഗ്നി കൊണ്ടുണ്ടാക്കിയതാണ് കണ്ണെങ്കിൽ കണ്ണ് നേരിട്ട് തീയെന്നുള്ള അർത്ഥത്തിലല്ല അഗ്നി എന്ന് പറയുന്നത്. ഒരു വസ്തു കാണുമ്പോൾ അഗ്നിയുടെ തന്മാത്രയാണ് ഈ വന്നിരിക്കുന്ന ഇന്നാളാണ് നമുക്ക് വിവരം തന്നത്. മൂക്ക് പ്രതീകത്വമാണ്. ഗന്ധം അത് ഭൂമിയുടെ സ്വഭാവമാണ്. ഗന്ധം ഭൂമിക്ക് നിറമുണ്ട്, സ്വഭാവമുണ്ട്, ഗുണമുണ്ട്. ഇവിടെ ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഭൂമികത്വം, നാക്ക്, ജലതത്വം, ജലത്തിന്റെ തന്മാത്ര എന്ന് പറഞ്ഞാൽ തന്നെ സൂക്ഷ്മരൂപമാണ്. വേറെ വാക്കുകൾ പറയാനില്ലാത്തതുകൊണ്ട് പറയാൻ. അങ്ങനെയാണ് നാം ഒരു കാര്യം രുചിക്കുന്നത്. ത്വക്ക്, സ്പർശം. എന്താ സ്പർശം എന്ന് പറഞ്ഞാൽ വായുവിന്റെ തന്മാത്രയാണ്. ഒരാൾ സ്പർശിക്കുമ്പോൾ നാം അറിയുന്നത് നാം വേറൊരാളെ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമൊക്കെ വേദാന്തത്തെ കുറിച്ച് മനസ്സിലാക്കിയത് കേൾക്കുമ്പോൾ എത്ര മണ്ടന്മാരാണ് ഈ ലോകം, സ്പർശ സുഖത്തിന് വേണ്ടി ഓടി നടക്കുന്നവർ എന്ന് തോന്നും. അപ്പൊ ഇതിന്റെ കേന്ദ്രബിന്ദു നിന്നാണ് കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയ്ക്ക് ഇൻഫർമേഷൻ കിട്ടുന്നെങ്കിൽ ഈ കേന്ദ്രബിന്ദുവിനെ നിയന്ത്രിക്കുന്ന ആരാണ്? എല്ലാത്തിന്റെയും അടിസ്ഥാനം അന്നം. അന്നമില്ലെങ്കിലോ ഈ ഭൂമിയിൽ സകല ജീവജാലങ്ങളും നിൽക്കുന്നത്, വളരുന്നത് അന്നത്തിലൂടെയാണ്. അന്നമില്ലെങ്കിൽ ഒന്നും ഇല്ല. ഒളിവിൽ പോയ പ്രതിയെ ഇവിടുന്ന് പോലീസ് പിടിച്ചു. ഓൻ 2 ദിവസമായി ആഹാരം കഴിച്ചിട്ട് ഓനിനിപ്പോ ഒന്നും വേണ്ട, കുറച്ച് വെള്ളം കുടിക്കാനോ എന്തെങ്കിലും തിന്നാനോ കിട്ടിയാൽ മതി. എന്നിട്ട് മതി ചോദ്യം ചെയ്യല്. TV കണ്ട വാർത്ത. അതെ, അന്നം നിലനിൽക്കുന്ന എങ്ങനെയാണ്? ഔഷധികളിൽ നിന്നാണ്. ആ ഔഷധികൾ എന്നുള്ള പദത്തിൽ നിന്നായിരിക്കാം ഔഷധം എന്ന പദം വന്നത്. നമ്മുടെ ചുറ്റും കാണുന്ന വൃക്ഷങ്ങളും ചെടികളും ഔഷധികൾ ആണ്. നമ്മുടെ നിലനിൽപ്പ് ആവശ്യം ആണ്. ഇന്ന് തിന്ന പഴുത്ത മാങ്ങ നമുക്ക് തിന്നാം.
ഒരു മാവ് എത്ര മാസം മുമ്പ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. മാവ് പൂക്കുന്നു, ചില കായകൾ മാത്രം നിലനിൽക്കുന്നു, ബാക്കി കൊഴിഞ്ഞു പോണു. കൊഴിഞ്ഞു പോകുന്നതിനൊക്കെ പ്രകൃതിയുടെ കണക്കുണ്ട്. സൂക്ഷ്മജീവികൾക്കുള്ള അന്നമാണിതൊക്കെ. ആ ചെറിയ മാങ്ങ വലുതായി 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 ഇന്നത്തെ ദിവസം ഭക്ഷിക്കാൻ പാകത്തിൽ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. എത്ര കാലത്തെ പഴക്കമുണ്ട്. പഴക്കം എന്ന വാക്കിൽ നിന്നാണ് പഴം എന്ന വാക്ക് വന്നത്. മാമ്പഴം എന്ന വാക്ക് വന്നു. ഈ മാവ് അവിടെ നിന്ന് പ്രവർത്തിക്കുകയാണ്, പ്ലാവ് പ്രവർത്തിക്കുകയാണ്. എല്ലാ ഔഷധികളും നാളത്തെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഉണ്ടാക്കി വെക്കുകയാണ്. ഇതൊന്നും ആലോചിക്കണ്ടേ? ഒരു വീട്ടമ്മ ആലോചിക്കണ്ടേ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എങ്ങനെയാണ്? മിക്കവാറും വീട്ടമ്മമാർ ആലോചിക്കാൻ പറ്റില്ല. അരി വെള്ളത്തിലിടണം, നാളെ ഇന്ന കാര്യത്തിന് നാളികേരം ചിരകേണ്ടി വരും, ഇന്നത് നാളെ ഉണ്ടാക്കണം, ഇന്നത് വാങ്ങിക്കൊണ്ടുവരണം. ഇതേപോലെ ഈ ഔഷധികൾ മുഴുവൻ ഇവിടുത്തെ ജീവിക്കുന്ന മനുഷ്യന് അടുത്ത കൊല്ലം എന്റെ ജീവൻ നിലനിൽക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഇപ്പോഴേ അവിടെ തപസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യണം. ഈ നന്ദി നമുക്കുണ്ടോ? ഉണ്ടാവണ്ടേ? നമ്മുടെ പെരുമാറ്റത്തിൽ ഈ നന്ദിയൊന്നും അവരാഗ്രഹിക്കുന്നില്ല. എത്ര മോശമായിട്ടാണ് പശ്ചാത്തലത്തോട് പെരുമാറുന്നത്. മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് ഇവരവിടെ ഉണ്ടാവണ്ടേ? മനുഷ്യൻ ജനിച്ചതിന് ശേഷം ഉണ്ടായാൽ മതിയോ? മനുഷ്യക്കുട്ടി ഇവിടെ ജനിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഔഷധികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് വ്യക്തമാക്കാൻ തിരക്കുള്ള ടൗൺ ബസ്, സ്ഥലം തിരുവനന്തപുരമാണ്. വളരെ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. വള്ളക്കടവ് എന്ന് അവിടെ എവിടേക്കോ പോകുന്ന, അവിടുന്ന് വരിക എന്തോ ചെയ്യുന്ന ബസ്സാണ്. അനവധി പേരതിൽ കയറാൻ തിരക്കൂട്ടി വരികയാണ്. ഒക്കെ ഉദ്യോഗസ്ഥന്മാർ, നല്ല പാൻസും ഷർട്ടും ധരിച്ച ഉദ്യോഗസ്ഥന്മാരാണ് അതിൽ കയറും. ഒരു വൃദ്ധ തലയിൽ വെച്ച പച്ചക്കറി കൊട്ടയിട്ട് അതിൽ പടവലങ്ങയൊക്കെ പുറത്തേക്ക് കാണാൻ പറ്റും. അതിൽ കയറാൻ ശ്രമിക്കുക. കണ്ടക്ടറെ സംബന്ധിച്ചിടത്തോളം ആ വൃദ്ധയിൽ നിന്നും ഒരാളുടെ ചാർജേ വാങ്ങാൻ പറ്റും. ആ സ്ത്രീ ചിലപ്പോ സീറ്റിൽ ഇരിക്കുക പോലും ഇല്ല. അല്ലാതെ എവിടെങ്കിലും ഇരുന്നിട്ട് ഈ പച്ചക്കറി കൊട്ട മടിയിൽ വെക്കാനാണ് സാധ്യത. ആ കണ്ടക്ടർ കയറണ്ട കേട്ടോ, നിങ്ങൾ കയറാൻ നിൽക്കണ്ടേ, ഇത് തിരക്കുള്ള സമയത്തല്ല ഈ പച്ചക്കറി കൊട്ടയായിട്ട് കയറുക. ഈ സ്ത്രീക്ക് കയറാൻ കുറെ ശ്രമം നടത്തി. ഇങ്ങനെയാണെങ്കിൽ ജീവൻ നടക്കും. ഇവരുടെ ഉപജീവന മാർഗമാണിത്. കയറാൻ പറ്റിയില്ല. ആ വൃദ്ധയുടെ മുഖത്തെ നിരാശ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് എന്റെ മനസ്സിൽ കിടക്കുകയാണ്. ആ സമയത്ത് ചോറ്റുപാത്രമായിട്ട് കയറിയ സ്ത്രീകളുണ്ട്. അവരുടെ ചോറ്റുപാത്രത്തിൽ എന്താണുള്ളത്? ചോറും കൂട്ടാനും. സാമ്പാറാണെന്ന് വിചാരിക്കുക. ആ സാമ്പാറിന്റെ കഷ്ണം എവിടുന്ന് കിട്ടിയതാ? ഇവര് മത്തങ്ങയും കുമ്പളങ്ങയും വീട്ടിലുണ്ടാക്കിയതാണോ? ഈ വൃദ്ധ തലേ ദിവസം എവിടെയോ കൊണ്ടുവന്ന് വിറ്റ
ആ കുമ്പളങ്ങയോ മത്തങ്ങയോ അല്ലേ വാങ്ങിയിട്ട് ഇവര് ഇന്ന് ഉച്ചയ്ക്ക് ആഹാരമായിട്ട് വരുന്നു. ഓരോരുത്തരുടെ ചോറ്റുപാത്രത്തിലെയും വസ്തുക്കള് ഇതേമാതിരിയുള്ളവർ നടന്നു വെക്കണ്ടേ? അവര് ഈ സമൂഹത്തിൽ വേണ്ടേ? ഉദ്യോഗസ്ഥന്മാർ ആഫീസിൽ പോയിട്ട് ഫയല് നോക്കുന്ന പോലെ അത്ര തന്നെ പ്രാധാന്യമില്ലേ ഈ പച്ചക്കറി വിൽക്കേണ്ട ആവശ്യമല്ലേ? സമൂഹത്തിൽ ആവശ്യമില്ലേ? ഉച്ചവരെ പരിപാടിയുണ്ട് ചിലയിടത്ത്. ആദ്യമേ അനൗൺസ് ചെയ്യും ഉച്ചയാഹാരം ഇവിടെ ഉണ്ട്. ആ കലാപരിപാടിയൊക്കെ കണ്ടിരിക്കുമ്പോ ഈ ഒരു കലാപരിപാടിയും കാണാതെ കുറെ പേര് ഇവർക്ക് ഉച്ചയാഹാരം ഉണ്ടാക്കുന്നവരായിരിക്കും. അവരെ പോയി തല്ലുന്നത് ശരിയാണ്? അവരെ പരിഹസിക്കുന്നത് ശരിയാണ്? അവരാ ഉച്ചയാഹാരം ഈ കലാപരിപാടി കാണാതെ ഉച്ചയാഹാരം ഉണ്ടാക്കുന്നതുകൊണ്ടല്ലേ ഇവർക്ക് ഉച്ചയാഹാരം കിട്ടുന്നത്? അവരാരാധ്യരല്ലേ? ഇതെല്ലാം കൂടി ചേർത്ത് നാം ചിന്തിക്കുമ്പോഴാണ് ബുദ്ധിയിൽ ശ്രേഷ്ഠ ചിന്തകൾ വരുന്നത്. ഒരു വ്യക്തി ശ്രേഷ്ഠനാവുന്നു. ആ വ്യക്തി ചിന്തിക്കണം, ആ മലക്കറി വിൽക്കുന്ന സ്ത്രീക്ക് പ്രാധാന്യമുണ്ട്, നമുക്ക് വേണ്ടി ഉച്ചയാഹാരം ഉണ്ടാക്കുന്നവർക്ക് പ്രാധാന്യമുണ്ട്. കല്യാണത്തിന് പോകണം, ആ ഉച്ചയ്ക്കുള്ള ആഹാരം ഉണ്ടാക്കുന്നവർ തലേ ദിവസം ഉറക്കൊഴിച്ചിരുന്നിട്ട് പണിയെടുക്കുകയാണ്. ഇതേപോലെ സകല ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന ശക്തി വിശേഷത്തിന് നിലനിൽക്കണമെങ്കിൽ അന്നമുണ്ടാകണം. അന്നമുണ്ടാകുന്നത് ഔഷധികളിൽ നിന്നാണ് എന്ന തത്വം നാം പഠിക്കണമെന്ന കാര്യം ആലോചിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.